പടിഞ്ഞാറേ മനയിലുള്ളവർ തേവരുടെ വരവും കാത്തിരിക്കുന്നു. നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ നരേന്ദ്രമോദിനെ മഞ്ചാടി ഗുരു എന്താ അതിന്റെ ഒരു ഭംഗി നോക്കിയേ, അടിപൊളിയല്ലേ. ഹായ്, ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രധാന വിശേഷം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ പടിഞ്ഞാറേ മനയിലെ പൂരം ആറാട്ട്, നമ്മുടെ തൃപ്പയാർ നിന്ന് തേവര് പടിഞ്ഞാറേ മനയിലേക്ക് വരുന്ന ദിവസമാണ് ഇന്ന്. ഹായ് ഹായ് ശ്രീഹരി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എന്താണ് വിശേഷങ്ങള്? സുഖല്ലേ? ഇവര് നമ്മുടെ പടിഞ്ഞാറേ മനയിലെ ഇളമുറ തമ്പുരാന്മാരാണ് ഇപ്പോഴത്തെ, അല്ലേ? അപ്പൊ നമുക്ക് ഈ പടിഞ്ഞാറേ മനയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരിക്കുക. പടിഞ്ഞാറേ മനയിൽ ഇന്ന് പൂരം വരും, ഇവിടുത്തെ കാഴ്ചകൾ ഉണ്ടാവും. നമുക്ക് അതിന് മുന്നോടിയായിട്ട് ഈ പടിഞ്ഞാറേ മനേനെ ഒന്ന് പരിചയപ്പെടുത്താം, അല്ലേ? നിങ്ങളുടെ ഇല്ലത്തിനെ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തണ്ടേ? ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? അപ്പൊ പടിഞ്ഞാറേ മന എന്താണെന്നും മനേരെ വിശേഷങ്ങളും നമ്മളെ ആവുന്ന രീതിയിൽ കുറച്ച് കാണിച്ചു തരാം, അല്ലേ? അപ്പൊ നമുക്ക് ഈ പടിഞ്ഞാറേ മനയിലെ പൂരത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും പടിഞ്ഞാറേ മനയിലേക്ക് സ്വാഗതം. കേരളത്തിലെ തന്നെ ഏറ്റവും പേര് കേട്ട തന്ത്രി കുടുംബമായ പടിഞ്ഞാറേ മനയിലെ വിശേഷങ്ങൾ നമുക്ക് അവിടുത്തെ ഇളമുറ തമ്പുരാന്മാരോടൊപ്പം നടന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ അവിടുത്തെ കാഴ്ചകളൊക്കെ ചുറ്റി നടന്ന് പരമാവധി കാണാൻ പറ്റുന്നത്രയ്ക്ക് നമുക്ക് ഈ എപ്പിസോഡിൽ കണ്ടു തീർക്കാം. ഇതെന്താണ് സംഭവം? ഇത് നിങ്ങളുടെ കുളം അല്ലേ? എന്താ അതിന്റെ ഒരു ഭംഗി നോക്കി. പടിഞ്ഞാറേ മനയിലെ കുളം. നിങ്ങൾ ഈ കുളത്തിൽ കുളിക്കാറുണ്ടോ? നീന്താറുണ്ട്? അടിപൊളി ഭംഗിയുള്ള ഇതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇല്ലമായ പടിഞ്ഞാറേ മന. നിങ്ങളുടെ ഇല്ലത്തിന്റെ മുഴുവൻ പേരെന്തെന്നാ? വെളുത്തേടത്ത് തരണനെല്ലൂർ പടിഞ്ഞാറേ മന. അതാണ് നമ്മുടെ പടിഞ്ഞാറേ മനയിലെ ശരിക്കുള്ള തറവാട്ടു പേര്, അല്ലേ? അതല്ലേ? പടിഞ്ഞാറേ മനയുടെ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ്റെ ഇടയിൽ പെട്ടെന്ന് കണ്ടതാണ്. പശുക്കളുണ്ട് ഇവിടെ, നല്ല പശുക്കളായിട്ടാണ് കാണുമ്പോൾ തോന്നണത്. ഇനി ഈ പടിഞ്ഞാറേ മനയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ പരമാവധി നമുക്ക് കാണാൻ പറ്റുന്നത്ര ഞാൻ കാണും, അതുപോലെ നിങ്ങളെയും കാണിച്ചു തരാം. എന്താണ് ഭംഗി എന്ന് നോക്കിയാൽ നല്ല പച്ചപ്പുള്ള പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലമാണ് ഈ മനയ്ക്ക് ചുറ്റുമുള്ളത്. ഇതൊക്കെ ഇവരുടെ മനയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളാണ്. നിങ്ങൾ നോക്കി എന്തോരം വലിയൊരു, ഇതിപ്പോൾ കാണുന്നത് വീഡിയോയിൽ കാണുന്ന ഒരു മാവാണ് കേട്ടോ. അത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് അതിൻ്റെ വലുപ്പം എത്രയുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു മാവാണ്, ഒരുപാട് ശാഖകളൊക്കെ ആയിട്ട്. അപ്പം അതിന് എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവും ആലോചിക്കുക. എന്തൊക്കെ കഥകൾ ആ മാവിന് നമ്മളോട് പറയാനുണ്ടാവും, അല്ലേ? നോക്കിയേ നിങ്ങൾ, എന്താണ് അതിൻ്റെ ഒരു ഭംഗി നോക്കി. നോക്കി നിൽക്കാൻ തോന്നും ഇതുപോലെയൊക്കെയുള്ള വലിയ വൻ മരങ്ങൾ. അത് കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരുന്നത്. ഇത് ഒരെണ്ണല്ല കേട്ടാ, ഒരുപാട്. വീണ്ടും അടുത്ത മാവ്. അതുപോലെ വലിയ മരങ്ങൾ, പേരറിയണതും അറിയാത്തതുമായ വലിയ മരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് കാണാൻ നല്ല ഭംഗി തോന്നി. പടിഞ്ഞാറേ മനയുടെ സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇല്ലത്തിന്റെ സൈഡിലുള്ള കുളങ്ങൾ, 7 കുളങ്ങൾ ഈ കോമ്പൗണ്ടിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് പഴമയുടെ പാരമ്പര്യം എന്ന് പറയുന്ന പടിഞ്ഞാറേ മന. തെക്കേ സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇല്ലത്തൊരു കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന നോക്കിയേ. പ്ലാവുമ്പോൾ ഞാൻ അങ്ങനെ പോണ വഴിയിൽ ചക്ക കണ്ടാണ്. അപ്പൊ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു. നിങ്ങളിവിടെ എല്ലാവരും കളിക്കാനൊക്കെ വരാറുണ്ടോ? നിങ്ങക്ക് ഇഷ്ടാണോ? ഇവിടെ ഒരു അടിപൊളി മാവൊക്കെ നിൽക്കണ്ടല്ലോ. ഇത് എന്ത് മാവ്? അടുപ്പേൽ മാവ. അടുപ്പേൻ. ഓക്കെ. ഇവിടെ വേനൽക്കാലായാലും അധികം ചൂടൊന്നും ഉണ്ടാവില്ല, അല്ലേ? എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ, അല്ലേ? പച്ച പരിഷ്കാരി, പച്ച മലയ തലാളി, മദ്യം, മദിരാസി, വായെടുത്താൽ പോയോടി, വാക്കെടുത്താൽ വാക്കത്തി. ഇപ്പൊ നിങ്ങൾ എവിടേക്കാ പോണേ? അമ്പലത്തിലേക്ക്. നിങ്ങള് എല്ലാ ദിവസവും പൂജ ചെയ്യുന്ന അമ്പലമാണോ അത്? അതെ. അപ്പൊ അമ്പലം ഒന്ന് കാണാം, അല്ലേ? ഈ കോമ്പൗണ്ടിൽ തന്നെയാണോ ഈ അമ്പലം? അതെ.
അപ്പൊ നമുക്ക് ഈ അമ്പലം ഒന്ന് നടന്ന് കാണാം അല്ലേ? ആ. നേരെ അകത്ത് തന്നെ അവരെ കോമ്പൗണ്ടിൽ തന്നെ ഉള്ള അമ്പലാണ്. ഇതില് നിങ്ങൾ എല്ലാ ദിവസവും പൂജ ചെയ്യാറുണ്ട് അവിടെ? ആ ഉണ്ട്. ഉണ്ട് അല്ലേ? ശ്രീഹരി പൂജയൊക്കെ ചെയ്തു തുടങ്ങിയാ? ഏയ് ഇല്ല അല്ലേ? ആണ് പടിഞ്ഞാറേ മനയിലുള്ള ഇവിടുത്തെ അമ്പലത്തിന്റെ കാഴ്ചകൾ. അല്ല നിങ്ങൾ എന്താ ചെയ്യണേ? മഞ്ചാടി മഞ്ചാടിക്കുരു ഉണ്ട് ഇവിടെ. ഇതാണോ മഞ്ചാടി മരാണോ അവിടെ നിക്കണത്? നമ്മുടെ ഇല്ലത്തിന്റെ ബാക്ക് സൈഡ് അല്ലേ? ഇത് ഇല്ലത്തിന്റെ ബാക്ക് സൈഡ് അല്ലേ? ഇല്ലത്തിന്റെ ബാക്കിൽ മഞ്ചാടിക്കുരു ഒന്ന് കയ്യില് കാണിച്ചേ. ഇത് മുഴുവൻ നമ്മൾ ഇവിടുന്ന് പറക്കിയതാ മഞ്ചാടിക്കുരു അല്ലെ? അത് കാണാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഇത് മഞ്ചാടിക്കുരു ആണ് നമ്മുടെ ഇല്ലത്തിന്റെ ബാക്കിലുള്ളതാണ് അല്ലെ? അടിപൊളി. ശ്രീഹരി ഇതെന്താ സംഭവം ഇവിടെ? ഞങ്ങളുടെ പാമ്പുംകാവ്. ഇതാണ് നിങ്ങളുടെ കാവ് അല്ലെ? ഇല്ലത്തിന്റെ ഇല്ലത്തൊരു കാവ് ഉണ്ട് അല്ലെ? അതിന്റെ കാഴ്ചകൾ കാവിന്റെ പരിസരത്തുള്ളത് എന്താണ് അല്ലെ? കേരളത്തിന്റെ ശരിക്കുള്ള പാരമ്പര്യം നമ്മുടെ ഇങ്ങനത്തെ മനകളിൽ വന്നാലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ചെടികളും മരങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള തനി കേരളത്തിന്റെ സംസ്കാരം ഉറങ്ങിക്കിടക്കുന്നത് ഇല്ലങ്ങളിലാണ്. നമ്മള് വേറൊരു കുളത്തിലേക്ക്, ഇത് ഭയങ്കര ഇതായിട്ടുള്ള സ്ഥലമാണ്. എന്താണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് നോക്കി. നമ്മൾ വേറൊരു കുളം കാണാൻ പോകണ്ട ഇല്ലത്തിൻ്റെ. നമ്മൾ ഇതിൻ്റെയൊക്കെ ഭംഗി ശരിക്ക് ആസ്വദിക്കുക. കുറച്ച് ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്. ഈ കുളത്തിൻ്റെ ഭംഗി കണ്ട. ഈ കുളം ഇരിക്കുന്നത് വലിയൊരു കുഴീര പോലത്തെ സ്ഥലത്താണ്. ഓക്കെ, എന്താണ് ഇതിൻ്റെയൊക്കെ രസം കാണാനായിട്ട്. വെള്ളമൊക്കെ വറ്റാറായിട്ടുണ്ട്, പക്ഷെ ഈ സ്ഥലം കാണാനായിട്ടുള്ള ഭംഗി നിങ്ങൾ നോക്കിയേ. ശ്രീഹരി ഇത് ഏതാ സ്ഥലത്ത് നിങ്ങൾ ഇരിക്കണപ്പോ? ഞങ്ങളിപ്പോ ഇരിക്കണ ഞങ്ങളുടെ ഇല്ലത്തിന്റെ പൂമുഖാണോ? ആ ഫ്രണ്ട് സൈഡ് അല്ലേ? അതെ. പടിഞ്ഞാറേപ്പുറത്ത്. പടിഞ്ഞാപ്പുറം അങ്ങനെയാണോ പറയാ ഈ സ്ഥലത്തിനെ? പടിഞ്ഞാപ്പുറത്താണ് ഇരിക്കണേ. സംഭവം ഇവിടെ എന്താണ് നിങ്ങൾ ഇത് ഇല്ലത്തിന്റെ ഏത് ഭാഗമാണത്? നാലുകെട്ട്. ഇത് ഞങ്ങളിപ്പോ നിക്കുന്നത് അതിന്റെ നടുമുറ്റമാണ്. ഇല്ലത്തെ പടിഞ്ഞാറേ മനയിലെ ഒരു ഭാഗത്തിന്റെ ഒരു സൈഡിന്റെ അല്ലെ? അതിന്റെ നടുമുറ്റം അല്ലെ ഇത്? നല്ല രസായിണ്ടല്ല. ഇവിടെ ഒരു എന്താണത്? തുളസി മുല്ലത്തറ അല്ലെ? തിരുമേനി അപ്പൊ ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരും. ഇത് കിണറാണോ ഇവിടുത്തെ? ഇല്ലത്തിന്റെ ഉള്ളിലെ കിണറാണോ അത്? ഇത് ഇല്ലത്തിന്റെ ഇത് എന്ത് കിണറാണ്? അത് എന്തെന്ന് പറയുന്നത്? അത് കുഴപ്പമില്ല. അതെന്താ ഈ തുണി ഉണ്ടല്ലേ, ഒരു കാലത്ത് ഈ ചൈനീസ് ക്ലോക്ക് വാച്ച് കാലഘട്ടമുണ്ട്. അപ്പൊ അക്കാലത്ത് വെളുപ്പിന് ചുറ്റുപാടുള്ളവരെ അറിയിക്കാൻ വെള്ളം വരും, ആ ശബ്ദം. അപ്പൊ അതിന്റെ അകത്ത് ഒരു മരം കൊണ്ടുള്ള ബോർഡ് ഇട്ടിട്ടുണ്ട്, അതാണ് കിടന്ന് കറങ്ങുന്നത്. ആ സൗണ്ട് കേട്ടിട്ടാണ് ടൈം പീസ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഇത് ആൾക്കാർ അമ്പലത്തിൽ നിന്നുള്ള വാക്ക് കേൾക്കലൊക്കെ ഇല്ലേ, അതിന് പകരക്കാലത്തുണ്ടായിരുന്നു പണ്ടത്തെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ ഭാഗമായിട്ടുള്ള പഴമേരെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഇതാണ് അല്ലെ? അത് നമ്മൾ നിലനിർത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് തന്നെയല്ല, വെള്ളം മോട്ടർ വെച്ച് മാത്രം എടുക്കുമ്പോ കിണറിന്റെ മുകളിൽ പാട വരും. ആ വെള്ളത്തിന്റെ ശരി, എന്റെ വീട്ടിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്, പാട വരും. പിന്നീട് ഇപ്പൊ കഴിഞ്ഞ ഇത്തിരി മഴ ഉണ്ടായിരുന്നു, അപ്പൊ അത് വൃത്തിയാക്കിയിട്ട് ഈ നെറ്റൊക്കെ ഇട്ട് കൊണ്ടുവന്നു. ഇപ്പൊ നമുക്ക് അത് ഏത് സമയത്തും വെള്ളം നന്നായിട്ട് കിടക്കും. മറ്റു മോട്ടർ വെച്ച് അടിക്കുക വെച്ചാൽ നമ്മള് ജ്യൂസ് സ്ട്രാ വെച്ച് കുടിക്കുന്ന പോലെ ഉള്ളൂ, മനസ്സിലായ? ഇതല്ല, കിണറിന് നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരിക്കും. അത് പഴയ മനകളിലും നായർ വീടുകളിലും ഒക്കെ ഉണ്ട്. അപ്പൊ ശരി, എന്നാ താങ്ക് യു. ഇങ്ങനെ ഒരു അറിവ് പകർന്നു തന്നതിന് പ്രത്യേകം നന്ദി. ഇവിടെ എന്താണ് ഇത്? ഇത് ഞങ്ങളുടെ 8 കെട്ടിലെ ചെറിയ 4 കെട്ട്. ചെറിയ 4 കെട്ട് അല്ലേ?
ശ്രീഹരി എവിടേക്ക് പോണേ? ഇപ്പൊ എന്ത് കാണിച്ചു തരാനാ പോണേ? ഇപ്പൊ ചന്ദനം അരയ്ക്കുന്ന സ്ഥലം. ഇല്ലത്തെ ചന്ദനം അല്ലേ? ഇവിടെയാണോ നിങ്ങൾ ചന്ദനമൊക്കെ അരയ്ക്കുന്നത് അല്ലേ? ആ നോട്ടെ. ഇവിടെ ഉണ്ട് അല്ലേ? ഇതാണ് ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അരയ്ക്കുമ്പോ ചന്ദനം കിട്ടും, അത് ചന്ദനം. വടിച്ചെടുക്കാം. അപ്പൊ ഇല്ലത്തെ അങ്ങനെയാണ്. നമ്മുടെ പടിഞ്ഞാറേ മന എന്ന എട്ടുകെട്ട് മനയിലെ ഒരു ഭാഗമാണ് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പേര് നമ്മൾ വന്ന വഴികൾ ഇതൊക്കെ അല്ലേ? ഇതിലേ തന്നെയല്ലേ പോണേ? ഇതാ നമ്മൾ നേരത്തെ വന്ന എട്ടുകെട്ടിന്റെ ബാക്കി ഭാഗങ്ങൾ അല്ലേ? ആ ഇല്ലത്ത് വന്നപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ കണ്ടു, നിങ്ങളെയും കൂടി കാണിച്ചു തരണം. വീഡിയോയിലുള്ളത് രണ്ടാളെയും ഏകദേശം എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഒന്ന് നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ നരേന്ദ്രമോദിനെ, പിന്നെ കൂടെയുള്ളത് നമ്മുടെ തൃപ്പയാറ് ശ്രീരാമ ക്ഷേത്രത്തിലെ തന്ത്രിയും പടിഞ്ഞാറേ മനയിലെ കാരണവരും അല്ലേ ശ്രീഹരി? ഇതല്ലേ നിങ്ങളുടെ വലിയ മുത്തച്ഛൻ? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ഒരു പിക്കാണ് കേട്ടോ. ഇതില്ലത്ത് വന്നപ്പോൾ ഞാൻ കണ്ട വേറൊരു പ്രത്യേക ചാരുപടി എന്നാണ് ഇവർ പറഞ്ഞത്. നമ്മുടെ ഇപ്പോഴത്തെ സോഫ തന്നെ പഴയ കാലത്തും ഉള്ള നമ്മുടെ ടെക്നോളജികളാണ്, കേരളത്തിലുള്ള സംഭവങ്ങളാണ് ഇത്. ഇതിങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റും അല്ലേ ശ്രീഹരി? പൊക്കിയൊക്കെ എടുക്കാൻ പറ്റും, മടക്കി വെക്കാൻ പറ്റും. അപ്പോ നമുക്ക് ഇവിടുത്തെ ചാരുപടി കണ്ടാണ് കേട്ടോ അത്. ഇല്ലത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ. ഇവിടെ നിന്ന് നമുക്ക് പടിഞ്ഞാറേ മനേരെ പുറത്തേക്കുള്ള കാഴ്ചകൾ. ഇല്ലത്തെ ഒരു ഷോക്കേസാണ് ഈ കാണുന്നത്. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ പടിഞ്ഞാറേ മനയിലെ കുറച്ച് കാഴ്ചകൾ, ചെറിയ അറിവുകൾ, ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പടിഞ്ഞാറേ മനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ഇന്ന് നേരം പുലരിനോടുകൂടി തൃപ്പയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തേവര് ഇല്ലത്ത് എത്തിച്ചേരുന്നതാണ്.
ആചാരങ്ങളുടെ ഭാഗമായ അതിപ്രധാന ചടങ്ങുകൾക്ക് വേണ്ടി എല്ലാവരും ഇല്ലത്തിന്റെ അകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറേ മനയിലെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.